കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത സംശയിച്ച് പോലീസ്. തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന മുറിയിൽ മാത്രം തീപിടിച്ചതിൽ ആണ് സംശയം. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു തീപിടുത്തം. തൊണ്ടി മുതലും ഫയലുകളും കത്തി നശിച്ചിട്ടുണ്ട്. കാട്ടാക്കട പോക്സോ കോടതിയിലെ ഫയൽ ആൻഡ് തൊണ്ടി റൂമിലെ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലം ഇന്നലെ രാത്രിയോട് തന്നെ പോലീസ് ഗാർഡിലായിരുന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടിയെടുക്കുന്നതായിരിക്കും. അല്ല, തീപിടുത്തം ഏതാണ്ട് ഒരു 5 മണി റൂട്ടാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഫയർഫോഴ്സും ടീമുകളെല്ലാം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രമേ കത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. കുറച്ച് ഫയലുകൾ കത്തിയിട്ടുണ്ട്. കുറച്ച് തൊണ്ടികൾ മുതലുകളും കത്തിയതായിട്ട് കാണുന്നുണ്ട്. 9 മണിയോടുകൂടി പുക പോകുന്നത് കണ്ടു. അങ്ങനെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ പുക പോകുന്നുണ്ട്. വന്ന് നോക്കിയപ്പോൾ ഇവിടെയാണ് പുക. അങ്ങനെ ഫയർഫോഴ്സിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് വന്നിട്ട് അവർ ഷട്ടറിൻ്റെ ലോക്ക് കട്ട് ചെയ്ത് ഷട്ടർ പൊക്കി അകത്ത് കയറി ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അണയ്ക്കുകയായിരുന്നു. അത് പുക പുറത്ത് പോകുന്നതിലേക്ക് വേണ്ടി ഈ ടഫൻ ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. മറ്റ് വേറെ ഓഫീസ് എല്ലാം 5 മണിക്ക് അടയ്ക്കും. ബാക്കി ഈ വൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് അവർ 8-9 മണിയാകുമ്പോൾ സ്ഥാപനമുണ്ട് ഈ ഒരു ബിൽഡിംഗില്. സ്ഥാപനം 1, 2, 5, 6 സ്ഥാപനമുണ്ട്. 7 വർഷം. 7 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ മറ്റു പ്രശ്നമൊന്നും വേറെ അടുത്തുണ്ടായിട്ടില്ല. ഇല്ല, വേറെ അടുത്തുണ്ടായില്ല. വേറെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഇല്ല. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, പോലീസിന്റെയും ഒപ്പം കെട്ടിട ഉടമയുടെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിലേക്ക് ആണ് സംശയമുണ്ടാകുന്നത്. അവിടെയാണല്ലോ ഒരു അട്ടിമറി സാധ്യത, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം തൊണ്ടി മുതൽ സൂക്ഷിച്ച മുറിയാണ്, അവിടെ മാത്രമാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ അപ്പോൾ തന്നെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ അണച്ചു. പക്ഷേ ആ തീ അണയ്ക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ നാശനഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ളത് തൊണ്ടി മുതൽ തന്നെയാണ്. തൊണ്ടി മുതൽ പകരം വയ്ക്കാനാകാത്ത തെളിവാണ് കേസുകളിൽ. ആ തൊണ്ടി മുതലാണ് കത്തി നശിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണുകളുണ്ട്, പോക്സോ കേസിലെ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത പ്രതികളിൽ നിന്നും സാക്ഷികളിൽ നിന്നുമൊക്കെ കിട്ടിയ മൊബൈൽ ഫോണുകളുണ്ട്, അതുപോലെ തന്നെ ഫയലുകളുമുണ്ട്. ഇവയാണ് കത്തി നശിച്ചത്. അതാണ് ഒരു ആശങ്കയ്ക്ക്, അല്ലെങ്കിൽ അതാണ് ഒരു അട്ടിമറി സാധ്യതയിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാകാം അവിടെ മാത്രം തീപിടുത്തമുണ്ടായി? ചുറ്റും മറ്റ് സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ മറ്റു മുറികളിലേക്കൊന്നും ആ തീ പടർന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ സ്വാഭാവികമായും കുറച്ചുകൂടി ശക്തമായ തീ പടരേണ്ടതായിരുന്നു. പക്ഷേ ഒരു കൃത്യസ്ഥലത്ത് മാത്രം തീ പിടുത്തമുണ്ടാകുന്നു. അത് ഫയർഫോഴ്സ് എത്തി അണയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായ ഒരു അട്ടിമറിയിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് വകുപ്പും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് പരിശോധന നടത്തി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ പരിശോധന, ഇൻസ്പെക്ഷൻ വിഭാഗത്തിൻ്റെ പരിശോധനയുണ്ടായി. അത്തരത്തിൽ പരിശോധനാ ഫലങ്ങളാണ് ഏറ്റവും നിർണായകം. ഏതെങ്കിലും തരത്തിൽ ഈ പെട്രോൾ ഒഴിച്ചോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചോ കത്തിച്ചതിൻ്റെ സാന്നിധ്യമൊന്നും ഈ പ്രാഥമിക പരിശോധനയിൽ പോലീസിന് ലഭ്യമായിട്ടില്ല. വിവരം പോലീസ് പറയുന്നുമില്ല. വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോറൻസിക് പരിശോധനയിൽ ഫലത്തിൽ തന്നെയാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നത്. ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രം തീ പിടിച്ചതും അത് മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരുന്നതുമൊക്കെയാണ് പോലീസിന് സംശയം ജനിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ തൊണ്ടിമുതൽ സൂക്ഷിക്കുന്ന സ്ഥലത്തുമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇതിൻ്റെ ഈ സ്വകാര്യ കെട്ടിടത്തിൽ 2ാം നിലയിലാണ് കോടതി, ഫാസ്റ്റ് ട്രാക്ക് കോടതി, സ്പെഷ്യൽ കോടതി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ നിലയിലാണ് ഈ തൊണ്ടിമുതൽ സൂക്ഷിക്കുന്ന മുറിയും ഓഫീസും ഒക്കെ. അവിടെയാണ് തീ പിടിച്ചത്. ഏതായാലും തീർച്ചയായും അവിടെ അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ പോക്സോ കോടതിയാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ, തൊണ്ടിമുതലുകൾ എല്ലാം ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നശിച്ചു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും പുറത്തു പറയാൻ പോക്സോ കോടതി ആയതുകൊണ്ട് തന്നെ നമുക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ വലിയ പരിമിതികൾ ഉണ്ടാകാറുണ്ട്. ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ നോക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അട്ടിമറിയെങ്കിൽ അത് ആരുടെ ഭാഗത്ത് നിന്ന്, ഏത് ഫയലുകൾ എന്നതൊക്കെ കണ്ടെത്തുക പോലും ഇനിയിപ്പോൾ ശ്രമകരമായിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് കണ്ടെത്ത കൃത്യമായ രജിസ്ട്രി ഉണ്ട് എന്നാണ് കോടതി ജീവനക്കാരുമായി നമ്മൾ സംസാരിച്ചു. കൃത്യമായ രജിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഫയലുകളാണ് ആ ഭാഗത്തുണ്ടായിരുന്നത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടാകും പരിശോധനയ്ക്ക് ശേഷം. പക്ഷേ അതും പരിശോധിക്കാനൊക്കെ സമയമെടുക്കും. കാരണം
തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു ആ സമയത്ത് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജോലി, ഫോറൻസിക് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് അതിനുശേഷമാകും എത്ര ഫയലുകൾ നഷ്ടപ്പെട്ടു, ഏതൊക്കെ കേസുകളുടെ തൊണ്ടി മുതലാണ് തെളിവുകളാണ് നഷ്ടപ്പെട്ടെന്ന കാര്യത്തിലൊക്കെ അന്വേഷണം വേണം. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ മനഃപൂർവ്വമാണോ, ഏതെങ്കിലും കൃത്യമായ തിരിച്ചറിഞ്ഞ് ആ സ്ഥലം തിരിച്ചറിഞ്ഞിട്ടുള്ള തീ ഇട്ടതാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകാം. അല്ല, ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെങ്കിൽ സ്വാഭാവികമായി മറ്റൊരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നത് മൊബൈൽ ഫോണൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത്തരം സാധ്യതകളും പോലീസിൻ്റെ അന്വേഷണത്തിലുണ്ട്. പക്ഷേ ഏറ്റവും അധികം സാധ്യതകൾ പോലീസ് ഇന്ന് രാവിലെയൊക്കെ കൽപ്പിക്കുന്നത് ഈ ഇത്തരത്തിലുള്ളൊരു അട്ടിമറിക്ക് തന്നെയാണ്. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. അത് സാധൂകരിക്കാൻ തെളിവുകൾ കിട്ടിയതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ അത്തരം സാധ്യതകൾ തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. അഭിലാഷ്, യെസ്, അതാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ പോക്സോ കേസ് ഫയലുകൾ, പ്രധാനപ്പെട്ട രേഖകൾ, തൊണ്ടി മുതലുകൾ ഒക്കെ ഇരിക്കുന്ന മുറിയിൽ ആണ് തീപിടുത്തം എന്നതാണ്. അത് അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പറയുമ്പോൾ പോലും മറ്റ് തൊണ്ടി മുതലുകളിൽ നിന്നോ മറ്റോ, അല്ലെങ്കിൽ ഈ ടെലിഫോൺ പോലെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലെയുള്ള തൊണ്ടി മുതലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നാണോ തീപിടുത്തം ഉണ്ടായത് എന്നതിലൊന്നും വ്യക്തതയില്ല. എന്തായാലും പോലീസ് സംഘം വിശദമായി പരിശോധിക്കുകയാണ്. അട്ടിമറി സാധ്യത തള്ളിക്കളയാതെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്.